സൈനിക വ്യൂഹം ഗസയിലേക്ക് എത്തുന്നു. അവിടെ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അവർ ഏർപ്പെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹമാസ് ഇപ്പോൾ പറയുന്നത് ഒരു വിദേശ സൈനികനെയും ഗസയിലേക്ക് കടത്തിവിടില്ല എന്ന് ഹമാസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബന്ദികളെ വിട്ടു നൽകി കഴിഞ്ഞതോട് ശേഷം ഹമാസ് തന്നെ അപ്രസക്തമാക്കുക, പിന്നീട് ഹമാസുമായി ഒരു ചർച്ചയിലേക്ക് തന്നെ പോകേണ്ടതില്ല എന്ന നിലപാടിലേക്കെല്ലാം ഇസ്രായേലി പക്ഷപാതികൾ പോകുന്നുണ്ട്. അതെത്രമാത്രം സാധ്യമാകും? ഇന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വളരെയേറെ പ്രസക്തമാണ്. ഈ ബന്ദി കൈമാറ്റത്തിന്റെയും അതേപോലെ തന്നെ ഫലസ്തീനി ബന്ദികളുടെ ഇങ്ങോട്ടുള്ള തിരിച്ചുവരവിന്റെയും ഷറമുഷേഖ് കാഴ്ചയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് മുങ്ങിപ്പോയെങ്കിലും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ ഹമാസിന് വീണ്ടും ആയുധം അണിയാനുള്ള അവസരം അത് അമേരിക്ക തന്നെ കൊടുത്തതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഗസയിലാകെ ഹമാസിന്റെ സൈനിക വ്യൂഹം നമ്മൾ കാണുന്നുണ്ട്. അവർ ആയുധങ്ങൾ എന്തിയാണ് ഈ ബന്ദികളെ കൈമാറുന്നത്. അതേപോലെ തന്നെ പലയിടങ്ങളിലും അവർ സൈനിക യൂണിഫോമിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളെ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിശ്ചയിച്ചു കഴിഞ്ഞു. അതിനുള്ള അനുമതി കുറച്ചു സമയത്തേക്ക് ഹമാസിന് ഞങ്ങൾ നൽകിയതാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. ഇന്ന് ടെൽ-അവീവിൽ വിമാനം ഇറങ്ങിയ ഉടനെ തന്നെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു, വീണ്ടും ഹമാസ് ആയുധം അണിഞ്ഞിരിക്കുകയാണല്ലോ, അവർ ആയുധങ്ങൾ വേണ്ടിയാണല്ലോ ഗസയുടെ പല ഭാഗങ്ങളിൽ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ അനുമതി കൊടുത്തതാണ്, അത് കുറച്ചു സമയത്തേക്ക് അമേരിക്കയുടെ കൂടി അനുമതിയോട് കൂടിയാണ് അത് ഉള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു അനുമതി എത്രത്തോളം കാലത്തേക്കാണ് ഡൊണാൾഡ് ട്രംപ് കൊടുക്കുന്നത്? അതിനപ്പുറത്തേക്ക് തരില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര കാലം അവർക്ക് നീണ്ടു നിൽക്കും എന്നടക്കമുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമായി നിൽക്കുന്നു. അതിലേക്കുള്ള ഉത്തരങ്ങളിലേക്ക് നാളെ മുതൽ കടക്കുമെന്നാണ് തുടരാമോ? ഇവിടെ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കുക, മിഡിൽ ഈസ്റ്റിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുക, ഇതൊക്കെയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അതിൽ ഇപ്പോൾ ട്രംപ് പറയുന്നുണ്ട് യുദ്ധം അവസാനിച്ചു, അവകാശവാദം മാത്രമായിട്ടല്ലേ അതിനെ ഇപ്പോൾ കാണാൻ സാധിക്കുകയുള്ളൂ. ചർച്ച കഴിയുന്നതുവരെ എന്താണ്, ഇല്ലെങ്കിൽ ഈ ചർച്ചയിൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതിന് തീർച്ചയായിട്ടും ഇപ്പോൾ ട്രംപ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം പൂർണ്ണമായി തന്നെ അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കലും തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഗസക്ക് നേരെ ആക്രമണം ഉണ്ടാവില്ല. ഒരു പലസ്തീൻ പൗരൻ പോലും ഗസ വിട്ട് പോകേണ്ടതില്ല. ഏറ്റവും മനോഹരമായ രീതിയിൽ ഗസ ഞങ്ങൾ ഒരു സമാധാന സുരക്ഷാ സേന അവിടെ നിലയുറപ്പിക്കും. ഗസയിൽ നിന്ന് ഭാവിയിൽ ഒരു നിലയ്ക്കുള്ള ഭീഷണിയും ഇസ്രായേൽ നേരിടേണ്ടി വരില്ല. ഇതൊക്കെ ട്രംപ് മാത്രം പറയുന്നതാണ്. പ്രയോഗ തലത്തിലേക്ക് വരുമ്പോൾ ഇതിലിപ്പോൾ ഒരു ആദ്യഘട്ടം മാത്രമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഏറെക്കുറെ. കാരണം 20 ബന്ദികളെ ജീവനോടെയുള്ളത് വിട്ടയച്ചിരിക്കുന്നു. ഇനി 28 ബന്ദികളുടെ മൃതദേഹങ്ങളുണ്ട്. അത് കണ്ടെടുക്കാനും അത് കൈമാറാനും ഒരുപക്ഷെ കുറെ കൂടി സാവകാശം വേണ്ടിവരും. അതിന് ആനുപാതികമായിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേൽ തടവറയിലുള്ള ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നുണ്ട്. പക്ഷേ ഈ വിട്ടയക്കുന്ന തടവുകാരിൽ തന്നെ ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പട്ടിക പ്രകാരമുള്ള പലരെയും വെട്ടിമാറ്റിക്കൊണ്ടാണ് ഇത് വിട്ടയക്കാൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ ഏതാണ്ട് ഒരു 100ഓളം തടവുകാരെ വിട്ടയക്കുമെങ്കിൽ പോലും അവരെ നാടുകടത്താനാണ് തീരുമാനം. മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് തൽക്കാലം നാടുകടത്തും എന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ കരാർ പ്രകാരമുള്ള ധാരണകൾ, വ്യവസ്ഥകൾ പോലും അത് മറികടക്കാൻ, ലംഘിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നീക്കം ഇസ്രായേൽ തുടരുന്ന ഒരു ഘട്ടത്തിൽ ഇതിന്റെ തുടർ നീക്കങ്ങൾ എന്നത് എത്ര കണ്ട് ഉണ്ടാവും? നേരത്തെ ട്രംപ് തന്നെയാണ് ഇതിന് ഗ്യാരണ്ടി നൽകിയത്. താൻ ഗ്യാരണ്ടി നൽകുന്നു, ഒരു നിലയ്ക്കും ഇസ്രായേൽ ഗസയെ ആക്രമിക്കുകയില്ല എന്ന് ഹമാസിന് ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് പാലിക്കാൻ ട്രംപ് ഭരണകൂടം, അമേരിക്കൻ ഭരണകൂടം, അതിന്റെ സൈനിക നേതൃത്വം എത്ര കണ്ട് തയ്യാറാകും? അതെല്ലാം കൂടുതൽ വിദേശ രാജ്യങ്ങളുടെ സേനയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഗസയെ കൂടുതൽ അരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു വിദേശ ഒരു കോളനിയാക്കി ഗസയെ മാറ്റിയെടുക്കാനാണോ ട്രംപിന്റെ വെറും അവകാശവാദം മാത്രമാണ്? നമുക്കറിയാം, ഗസയിലെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് പലസ്തീനിൽ മാധ്യമ പ്രവർത്തകനെ കൊല ചെയ്തത്.